ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമസ്കാരം. പവിത്രം സീരിയലിൻ്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വേദ സ്റ്റേഷനിലെത്തി. നമ്മുടെ എസ് ഐ സാറിൻ്റെ അടുത്ത് 2-3 ഡയലോഗുകളൊക്കെ അങ്ങ് അടിക്കുകയാണ്. അപ്പം എസ് ഐ ആണെങ്കിൽ അത്യാവശ്യം പേടിത്തോണ്ടനായതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ പറഞ്ഞു, എൻ്റെ പൊന്നു മോളെ, നിന്റെ അച്ഛനെ ഞാൻ വിളിച്ചു തരാം, മോൾ അച്ഛൻ്റെ അടുത്തൊന്ന് സംസാരിക്കുക. അച്ഛനും മോളുടെ ഏട്ടനും ഒക്കെ പറഞ്ഞതനുസരിച്ചാണ് ഞാൻ കേസ് ചാർജ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് മോൾ അവരെ ഒന്ന് വിളിച്ച് സംസാരിക്കുമോ? പറ്റില്ല സാറേ, അവരെ വിളിക്കുന്നൊന്നുമില്ല. ഒരു തെറ്റും ചെയ്യാത്ത ഒരു പാവപ്പെട്ട മനുഷ്യനെയല്ലേ നിങ്ങൾ ആ ലോക്കപ്പിൽ ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇപ്പം ഇവിടെ മീഡിയക്കാരെ വിളിച്ചു വരുത്തണം, അതോ സാറ് മര്യാദക്ക് വിക്രത്തെ മോചിപ്പിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഈ ഒരു ചോദ്യങ്ങൾക്ക് മുന്നിൽ എസ് ഐ പേടിച്ച് വരണ്ട് നിൽക്കുക. ഇനിയിപ്പോൾ ഇറക്കി വിട്ടില്ലെങ്കിൽ ഈ പെങ്കൊച്ച് ആ തന്തയെക്കാട്ടിലും വലുതാണെന്ന് പുള്ളിക്കാരന് മനസ്സിലായി. അങ്ങനെ നമ്മുടെ വിക്രത്തിനെ ഇറക്കി വിടാനുള്ള കാര്യങ്ങൾ ചെയ്യുക. എടോ, എത്രയും പെട്ടെന്ന് തന്നെ ഇയാളെ അങ്ങ് ഇറക്കി വിട്ടേര്. പിന്നെ കേസൊന്നും ഫയൽ ചെയ്യാത്തത് കൊണ്ട് തന്നെ വേറെ കാര്യങ്ങളൊന്നും ഫോർമാലിറ്റീസ് ഒന്നും ചെയ്യാനില്ലല്ലോ. എത്രയും പെട്ടെന്ന് അവനെ പറഞ്ഞു വിട്. ഇനി ഇതുപോലെ ഒരു പ്രശ്നം ഉണ്ടാക്കരുതെന്ന് താക്കീതും കൂടി കൊടുക്കുക. അപ്പം വിക്രം ആണെങ്കിൽ, സാറേ എന്നോട് ചെയ്ത ചതി അത് ഈ ജന്മത്തിൽ ഞാൻ മറക്കില്ല സാറേ. സാറിൻ്റെ ചെരുപ്പിൻ്റെ സൈസൊക്കെ ഞാൻ നോക്കി വെച്ചിരിക്കുക. എന്നായാലും സാറിന് ഞാനൊരു ചെരുപ്പ് സമ്മാനിക്കും. ഡാഡാ, അധികം സംസാരിക്കുകയൊന്നും വേണ്ട. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് സ്ഥലം കാലിയാക്കണമെന്ന് പറയുക. അല്ല സാറേ, ഞാൻ ഇങ്ങോട്ട് വന്ന സമയത്ത് എൻ്റെ മൊബൈലും അതുപോലെ എൻ്റെ പേഴ്സും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അതൊക്കെ നിങ്ങൾ എടുത്തോ? അതിനകത്ത് 10,600 രൂപയോളം ഉണ്ടായിരുന്നു. ആ കാശ് അതിനകത്തുണ്ടോ സാറേ എന്ന് ചോദിക്കുക. എടാ, നീ പോലീസിനെ കള്ളനാക്കാൻ നോക്കുകയാണോടാന്ന് ചോദിച്ച് ആ എസ് ഐ നമ്മുടെ വിക്രത്തിൻ്റെ നേരെ ചെല്ലുക. സാറേ, ഈ വിക്രം ആരാണെന്ന് സാറിന് അറിയാവുന്നതാണല്ലോ. ഞാൻ സാറിനെ കൈവച്ച് കഴിഞ്ഞാൽ അത് അതിലും വലിയൊരു പ്രശ്നമായി മാറുമെന്നുള്ളത് കൊണ്ട് മാത്രമാണ്. നിലവിൽ അത്യാവശ്യം കേസുകളും അതുപോലെ പൊല്ലാപ്പും ഒക്കെ ഉണ്ട്. തൽക്കാലം എനിക്ക് ഒന്നിനും താല്പര്യമില്ല. എൻ്റെ പേഴ്സും എൻ്റെ മൊബൈൽ ഫോണും തന്നാൽ ഞാൻ ഇവിടുന്ന് തിരിച്ചു പോയിക്കോളാന്ന് പറഞ്ഞ് അവൻ അവിടെ നിൽക്കുമ്പം എസ് ഐ പറഞ്ഞു, ഇവൻ്റെ എന്ത് സാധനമെന്ന് വെച്ചാൽ അങ്ങടെ അടുത്ത് കൊടുത്തേര്. അതിനകത്തെല്ലാം ഉണ്ടല്ലോടോ എന്ന് ചോദിക്കുക. ഉണ്ടടോ ഉണ്ട്. അങ്ങനെ ആ പേഴ്സും ഒക്കെ വാങ്ങിച്ച് വേദയോട് പറയുക, നീ ഇപ്പം എന്നോട് കാണിച്ചത് വലിയ കാര്യം തന്നെ. എൻകൗണ്ടർ ചെയ്ത് എന്നെ കൊല്ലാൻ പോവുകയായിരുന്നല്ലോ. അതിൽ നിന്നാ നീ എന്നെ രക്ഷിച്ചത്. പക്ഷേ ഇനി ഇതിൻ്റെ പേരിൽ മറ്റൊരു വിഷയം ഉണ്ടാവരുത്. അല്ല, അങ്ങനെ പോയാൽ എങ്ങനെയാണ് ശരിയാവുന്നത്? നിങ്ങളിപ്പോൾ പോയതൊക്കെ ഓക്കെ, നിങ്ങൾക്ക് എന്നെ ഒന്ന് എൻ്റെ വീട്ടിലാക്കാവോ എന്ന് വേദ ചോദിക്കുക. നിന്നെ വീട്ടിലാക്കാനോ? അല്ല, നീ ഇങ്ങോട്ട് പോകുന്നത് വീട്ടിൽ നിന്ന് തന്നെയല്ലേ? അപ്പം നിനക്ക് വീട്ടിലേക്ക് പോകാനുള്ള വഴിയും അറിയായിരിക്കുമല്ലോ. എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് സ്ഥലം കാലിയാക്കിക്കോ മോളെന്ന് പറഞ്ഞ് വിക്രം നല്ല ദേഷ്യത്തിൽ അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പം വിക്രത്തിനൊരു കോള് വന്നു. എൻ്റെ മോനെ വിക്രം, എനിക്കൊരു ഹെൽപ്പ് ചെയ്യുമോ എന്ന് ചോദിച്ച് ഒരു ചേട്ടനാണ് ചോദിക്കുന്നത്. അങ്ങനെ വിക്രം ചോദിച്ചു, എന്ത് പറ്റി ചേട്ടാ? മോനെ, എൻ്റെ മോളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് കൊണ്ടുപോകാനുണ്ടായിരുന്ന പൈസ 2 ലക്ഷം രൂപ ചെറുക്കൻ്റെ വീട്ടിൽ കൊടുക്കാനുള്ള കാശായിരുന്നു. അത് ആ ഓട്ടോയിൽ വെച്ച് മറന്നുപോയി മോനെ. നീ എനിക്കൊരു ഉപകാരം ചെയ്യുമോ വിക്രം? എന്താ ചേട്ടാ, എന്താ ചെയ്യേണ്ടത്? ഏത് സ്റ്റാൻഡിൽ ഓടുന്ന ഓട്ടോ ആയിരുന്നു എന്നൊക്കെ ചോദിച്ചു വിക്രം അയാളോട് അന്വേഷണങ്ങൾ തുടങ്ങി. അപ്പം ആ പുള്ളിക്കാരൻ പറഞ്ഞു, മോനെ, ആ സ്റ്റാൻഡിലുള്ളതാ. അങ്ങനെ ആരാണ് ഓട്ടോ ഓടിച്ചതെന്നുള്ള അടയാളം ഉൾപ്പെടെ പറയുമ്പോൾ വിക്രത്തിന് ആളെ പിടികിട്ടി. ചേട്ടൻ വിഷമിക്കേണ്ട ചേട്ടാ, ചേട്ടൻ്റെ മോളുടെ കല്യാണം നല്ല ഗംഭീരമായിട്ട് നടക്കും. ഒരു കാരണവശാലും ആ വിവാഹം മുടങ്ങില്ല എന്നൊക്കെ വിക്രം അവിടെ നിന്ന് പറയുക. ഇതൊക്കെ കേൾക്കുമ്പോൾ വേദയ്ക്ക് നല്ല ഇഷ്ടമായി. വിക്രം എന്തോ ഒരു ചെറിയ നന്മയൊക്കെ ഉള്ള ഒരുത്തനാണെന്ന് അവൾ മനസ്സിലാക്കുക. അതിനുശേഷമാണെങ്കിൽ ആ ചേട്ടൻ പറഞ്ഞ അടയാളങ്ങൾ വെച്ച് ഇവൻ ഒരാളെ കോൾ ചെയ്യുക. എടാ, നീ ഇന്ന് ഒരു വയസ്സായിട്ടുള്ള ഒരു ചേട്ടനെ ഇന്ന് ഒരു ട്രിപ്പ് കൊണ്ടുപോയായിരുന്നോ? വണ്ടിയുടെ അകത്ത് നിന്ന് നിനക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടിയായിരുന്നോ എന്ന് ചോദിക്കുക. എൻ്റെ അണ്ണൻ എങ്ങനെ ഇത് മനസ്സിലാക്കിയെണ്ണ? അതൊക്കെ ഞാൻ അറിഞ്ഞു. പുള്ളിക്കാരനെ ഇവിടെ പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ആളെ കേസ് കൊടുക്കാൻ തുടങ്ങുക. ഞാൻ പറഞ്ഞിട്ട് ഇപ്പം വേണ്ടാന്ന് വിചാരിച്ച് അവിടെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് വണ്ടിയിൽ മറന്നു വെച്ച സാധനം കറക്റ്റായിട്ട് ഒന്നും തന്നെ മിസ്സാവാണ്ട് ഇവിടെ എത്തിച്ചോണമെന്ന് പറഞ്ഞു. അയ്യോ ശരി ചേട്ടാന്നും പറഞ്ഞ് പുള്ളിക്കാരൻ ഫോൺ വെച്ചിട്ട് ഞാൻ ഇപ്പം തന്നെ വരികയെന്നും പറഞ്ഞ് അവിടെ നിന്ന് ഓട്ടോ എടുത്ത് പോരുക. അങ്ങനെ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴാണെങ്കിലോ എസ് ഐ സാറ് ഈ വിവരങ്ങൾ മുഴുവനും വിളിച്ച് ജഡ്ജി അദ്ദേഹത്തിനെ അറിയിച്ചു. അങ്ങനെ ജഡ്ജി അദ്ദേഹവും പുള്ളിക്കാരൻ്റെ മോനും ഒക്കെ കൂടി സ്റ്റേഷനിലേക്ക് വരിക. അപ്പോൾ വേദ അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുക. വേദയോട് എസ് ഐ പറഞ്ഞു, മോളുടെ അച്ഛനും ചേട്ടനും ഒക്കെ ഇപ്പം ഇങ്ങ് വരുമെന്നാണ് പറഞ്ഞത്.
അതുകൊണ്ട് മോൾ അവരോടൊക്കെ സംസാരിച്ചിട്ട് പോയാൽ മതിയെന്ന്. ഹേയ്, ഞാൻ എൻ്റെ വീട്ടിലേക്ക് തന്നെയല്ലേ പോകുന്നത്. എന്തായാലും അവിടെ ചെന്നിട്ട് എന്താണെന്ന് വെച്ചാൽ സംസാരിച്ചോളാന്ന് പറഞ്ഞ് അവൾ ഇറങ്ങാൻ തുടങ്ങിയതും അങ്ങോട്ടേക്ക് അവളുടെ അച്ഛനും ഏട്ടനും കൂടി വന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി എന്തൊക്കെയാ വേദ നീ കാണിച്ചു കൂട്ടുന്നത്, നീ ചെയ്തു കൂട്ടുന്നതൊക്കെ ഉണ്ടല്ലോ നമ്മുടെ കുടുംബത്തിന് മൊത്തത്തിൽ അപമാനമാണ്. അച്ഛൻ എന്താ അച്ഛൻ ഈ പറയുന്നത്? ഒരു തെറ്റും ചെയ്യാത്ത ഒരാളെ എൻകൗണ്ടർ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ അത് മനുഷ്യപ്പറ്റുള്ള ആർക്കെങ്കിലും തോന്നുന്ന കാര്യമാണോ അച്ഛ? എടി, നിന്റെ വിവാഹം മുടക്കാൻ വേണ്ടിയിട്ട് നിന്റെ കഴുത്തിൽ ആ വൃത്തികെട്ടവൻ ഈ താലി കെട്ടി. അതും പോരാഞ്ഞ് അവൻ നമ്മുടെ കുടുംബക്കാരെ മൊത്തത്തിൽ നാണം കെടുത്തിയില്ലേ? അങ്ങനെയുള്ള അവനെ ഈ സ്റ്റേഷനിൽ നിന്ന് ഇറക്കാൻ നിനക്ക് എങ്ങനെ തോന്നിയെന്ന് അച്ഛൻ ചോദിക്കുക. അച്ഛ, ഞാൻ ചെയ്തത് ഒരു തെറ്റുമായിട്ട് എനിക്ക് ഇതുവരെ തോന്നുന്നില്ല. പിന്നെ ഞാൻ വിശ്വസിക്കുന്ന ഈശ്വരന്മാരുടെ മുന്നിൽ വെച്ചല്ലേ അച്ഛ അയാൾ എൻ്റെ കഴുത്തിൽ താലി കെട്ടിയത്. എടി, എന്തൊക്കെ പറഞ്ഞാലും അയാൾ ഒരു ഗുണ്ടയല്ലേ എന്ന് അച്ഛനും ഏട്ടനും കൂടി ചോദിക്കുക. ഇവിടെ വെച്ച് എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വാഗ്വാദം നടത്തണ്ട, നമുക്ക് വീട്ടിൽ പോയിട്ട് ബാക്കിയൊക്കെ സംസാരിക്കാമെന്നും പറഞ്ഞ് വേദയെ കൈയോട് കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ വീട്ടിൽ മുത്തശ്ശിയും അമ്മയും ബാക്കി ആൾക്കാരും ഒക്കെ നമ്മുടെ വേദമോളെയും കാത്ത് അവിടെ അങ്ങനെ നിൽക്കുക. മുത്തശ്ശിയുടെ അടുത്തേക്ക് വേദ ഓടി ചെന്ന മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ചു. മുത്തശ്ശി, മോളെ നീ എന്തൊക്കെയാ മോളെ കാണിക്കുന്നത്? ചടങ്ങുകളൊക്കെ പൂർത്തിയാക്കണ്ടേ? മോളാ കഴുത്തിൽ കിടക്കുന്ന താലി അങ്ങ് ഊരെന്ന് പറഞ്ഞു. മുത്തശ്ശി, എന്താ മുത്തശ്ശി പറയുന്നത്? ഈ കഴുത്തിൽ കിടക്കുന്ന താലിയോ? അതും ഇത്രയും നാളും ആ ഉമാമഹേശ്വരന്മാരെ മാത്രം വിചാരിച്ച് നടന്ന ഞാനല്ലേ? അങ്ങനെ അത്രയും വിശ്വാസത്തിൽ നടന്ന ഞാൻ എങ്ങനെയാ മുത്തശ്ശി ഈ താലി എൻ്റെ കഴുത്തിൽ നിന്ന് ഊരുന്നത്? മുത്തശ്ശിയും അമ്മയും എല്ലാവരും കൂടി പറഞ്ഞു തന്ന ആ വിശ്വാസങ്ങളല്ലേ എന്നിലുള്ളതെന്നൊക്കെ വേദ അവിടെ നിന്ന് വാദിക്കുക. മുത്തശ്ശി പറഞ്ഞു, എൻ്റെ മോളെ, അത് വിശ്വാസങ്ങളൊക്കെ ശരി തന്നെയാ, മുത്തശ്ശി പറഞ്ഞു തന്ന കാര്യങ്ങളും ഒക്കെ ശരി തന്നെയാ. പക്ഷേ ഇങ്ങനെയുള്ള ഒരുത്തൻ്റെ കൂടെ എൻ്റെ മോൾ എങ്ങനെ ജീവിക്കാനാ? ദർശൻ മോൾക്ക് വേണ്ടി കാത്തിരിക്കുകയല്ലേ. മോൾ ദർശനോടൊപ്പം തന്നെ അവൻ പറയുന്ന രീതിയിൽ തന്നെ കല്യാണം കഴിച്ച് ഇവിടുന്ന് പോകണമെന്ന് പറയുക. അമ്മയാണെങ്കിലോ, മോളെ, മുത്തശ്ശി പറഞ്ഞത് ശരിയാ മോളെ, അതുപോലെ തന്നെ ചെയ്യും മോളെ എന്ന് പറഞ്ഞു. വേദയ്ക്കാണെങ്കിൽ നിങ്ങൾ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. ദർശൻ എൻ്റെ നല്ലൊരു ഫ്രണ്ട് മാത്രമാണ്. ഞാൻ ദർശനെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയിൽ നിന്ന് വന്നതാ. ദർശൻ ഒരുപാട് തവണ എന്നോട് ചോദിച്ചു എന്നെ ഇഷ്ടമാണോ എന്ന്. അപ്പോഴും ഞാൻ ദർശനോട് ഒരേ ഒരു കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ദർശൻ എപ്പോഴും എൻ്റെ നല്ലൊരു ഫ്രണ്ടാണെന്ന്. പിന്നെ വിവാഹശേഷം അദ്ദേഹത്തെ ഭർത്താവായി കാണാനൊക്കെ ഞാൻ ശ്രമിക്കാൻ തുടങ്ങുക. അങ്ങനെയൊക്കെ ഇരുന്ന സമയത്താണ് എൻ്റെ കഴുത്തിൽ ഈ താലി കയറിയത്. എന്തായാലും ഇനി ഈ മരണം വരെ വേദ ഈ താലി കഴുത്തിൽ നിന്ന് ഊരില്ല എന്നുള്ള ശപഥം എടുക്കുക. ഇത് കേട്ടതും ജഡ്ജിയാണെങ്കിൽ അങ്ങ് കലി പൂണ്ട് വരിക. എടി, നീ എന്തൊക്കെയാ ഈ പറയുന്നത്? ദേ വേദ, ചുമ്മാ കളിക്കരുത് കേട്ടോ. അച്ഛാ, ഞാൻ സത്യമോ പറഞ്ഞത്? ഞാൻ എത്രയൊക്കെ വന്നാലും ഇനി ഈ താലി എൻ്റെ കഴുത്തിൽ നിന്ന് ഊരില്ല. അയാളായിരിക്കും വെച്ചാ എൻ്റെ ഭർത്താവെന്നും പറഞ്ഞ് വേദ അവിടെ നിന്ന് സംസാരിക്കാൻ തുടങ്ങിയതും അച്ഛനും അമ്മയും കൂടി വേദയ്ക്ക് താക്കീത് കൊടുക്കുകയാണ്. അതെ, ഈ താലി ഇവിടെ ഊരിയതിന് ശേഷം മാത്രം നീ അകത്തോട്ട് കയറിയാൽ മതി, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മോളില്ലാന്ന് ഞങ്ങളങ്ങ് ചിന്തിക്കുമെന്ന് പറഞ്ഞു. അമ്മ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അമ്മയും അച്ഛനും തമ്മിലുള്ള വിവാഹം നടന്ന സമയത്താണ് അമ്മ അച്ഛൻ്റെ മുഖം ആദ്യമായിട്ട് കണ്ടതെന്ന്. അതുപോലെയല്ലേ ഈശ്വരന്മാരുടെ മുന്നിൽ വെച്ചല്ലേ, ആ ഉമ്മയുടെ മഹേശ്വരൻ്റെ മുന്നിൽ വെച്ചല്ലേ ഈ താലി എൻ്റെ കഴുത്തിൽ വീണത്. അതുകൊണ്ട് ഒരു കാരണം വെച്ചാലും ആ ഈശ്വരന്മാരുടെ ആ അനുഗ്രഹത്തിൽ നടന്ന വിവാഹം വേണ്ടാന്ന് വെക്കാൻ എനിക്ക് പറ്റില്ല. അയാൾ എത്ര കൊള്ളില്ലാത്ത ആളാണെങ്കിലും ഞാൻ അയാളെ തന്നെ സ്വീകരിക്കുകയുള്ളൂ എന്ന് വേദ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇനി മോൾക്ക് ഈ വീട്ടിൽ സ്ഥാനം ഇല്ല എന്ന് അച്ഛനും അമ്മയും ഒക്കെ ചേർന്ന് പറയുക. നമ്മുടെ വേദയാണെങ്കിൽ അവിടെ നിന്ന് പോകാൻ തുടങ്ങി. വേദ ഇനി ഇവിടെ നിൽക്കണ്ട, താലി അഴിച്ചിട്ടാണെങ്കിൽ മാത്രം വേദയ്ക്ക് നിൽക്കാമെന്ന് പറഞ്ഞതും വേദ മുത്തശ്ശിയോട് മാത്രം യാത്ര പറഞ്ഞുകൊണ്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങുന്നതൊക്കെയാണ് ഇന്നത്തെ ഗംഭീരമായിട്ടുള്ള വിശേഷത്തിലുള്ളത്. എന്തായാലും വേദക്കുട്ടി നേരെ പോകാൻ പോകുന്നത് വിക്രത്തിൻ്റെ വീട്ടിലേക്ക് തന്നെയാണ്. ഒരു വഴിയില്ലാണ്ട് നമ്മുടെ വേദ പെരുവഴിയിലായി നിൽക്കുന്നതൊക്കെ കാണിച്ചുകൊണ്ടാണ് വിശേഷങ്ങളൊക്കെ അവസാനിക്കുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പം എപ്പോഴും പറയുന്നത് പോലെ കമൻസും ഒക്കെ ഇടുക. സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്തേക്കണം. അപ്പോൾ ഓക്കെ, എല്ലാ ദിവസവും ഇനി മുതൽ നമ്മൾ കറക്റ്റായിട്ട് വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, താങ്ക്